നമ്മളെല്ലാം റോയൽ എൻഫീൽഡിന്റെ ഹെഡ് വാൽവ് ഗൈഡ് അടിക്കാറുണ്ട്. അപ്പൊ ഇൻഡസ്ട്രിയൽ ചെയ്യുന്ന ഒരു ചുളിവ് പണി ഞങ്ങൾ പറഞ്ഞുതരാം. അത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഇതിന്റെ ഒറിജിനൽ ഗൈഡ് വാങ്ങിച്ച് കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ ഗൈഡ് അടിക്കില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഗൈഡ് ഉണ്ട്. ഇതിന് കറക്റ്റ് ആയിട്ട് വാൽവിന് കറക്റ്റ് ആയിട്ട് വരുന്ന ഗൈഡ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഗൈഡ് ഉണ്ട്. ആ ഗൈഡ് അടിച്ചിട്ടാണ് അവർ വിടുന്നത്. അവർ എളുപ്പമാണ്. അവർ പൈസ വാങ്ങി 2000 രൂപയിൽ വാങ്ങിച്ചു വെക്കും. എന്നിട്ട് ഈ ഒരു ഗൈഡ് വാങ്ങിച്ച് വാൽവ് എടുത്ത് സീറ്റ് അടിച്ചു കൊടുക്കും. സിമ്പിൾ വർക്കാണ്, നമുക്ക് തന്നെ ചെയ്യാവുന്ന കേസേ ഉള്ളൂ കറക്റ്റ് ഗൈഡ് ഉണ്ടെങ്കിൽ. പക്ഷെ ഇത് നോക്കട്ടോ, ഇത് ഞാൻ ഒരു കസ്റ്റമറിനെ ചെയ്ത് കൊണ്ടുവന്നതാണ്. കസ്റ്റമർ പറഞ്ഞു വിട്ടായിരുന്നു ഒഴിവില്ലാത്തതുകൊണ്ട്. അവർ ചെയ്തിട്ടുള്ളത് വർക്ക് കാണിച്ചുതരാം. ഇത് എക്സോസ്റ്റ് വാൽവ് ഓക്കെയാണ്, പ്ലേ ഉണ്ട്. കുറച്ച് പ്ലേ അധികമാണ്ടത്, ചെറിയ പ്ലേ അധികം ഉണ്ട്. കാരണം എക്സോസ്റ്റ് വാൽവ് നല്ല ഹീറ്റ് ആവുന്ന എക്സ്പാൻഷൻ കൂടും, അതുകൊണ്ട് കുറച്ചൊരു പ്ലേ അധികം കൊടുക്കണം. അപ്പം ഇത് ഇൻലെറ്റ് വാൽവ് നോക്കുക, കംപ്ലീറ്റ് ടൈറ്റാ, ഈ രീതിയിലാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ നമ്മൾ ഈ വണ്ടിയിൽ സെറ്റ് ചെയ്താൽ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ചിലപ്പോൾ പകുതിയോ നിൽക്കും. ഇതാണ് അവസ്ഥ ഉണ്ടാവുക. ചൂടായിട്ട് വണ്ടി എക്സ്പാൻഡ് ചെയ്യും, വാൽവ് ശരിക്കും ഓപ്പൺ ആയാലും വാൽവ് സ്റ്റക്ക് ആവും. അപ്പൊ ഇതാണ് കൂടുതൽ സംഭവിക്കാനുള്ള സാധ്യത. അപ്പൊ ഇവര് ചെയ്യുന്ന എന്താ വെച്ചാൽ ഇവര് ഈ ലോഡൊക്കെ സ്പ്രിംഗ് ഒക്കെ ഇട്ട് ലോഡ് ചെയ്ത് കൊടുക്കുക. ഒരിക്കലും നമുക്ക് ഒരു വർക്ക്ഷോപ്പിൽ മെക്കാനിക് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ വാൽവ് ഗൈഡ് അടിക്കാൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ രീതിയിൽ തിരിച്ചു വാങ്ങിക്കുക. എന്നിട്ട് ഗൈഡിന് പ്ലേ ഉണ്ടോ, ഗൈഡിന് വേണ്ടി ഇത് ഫ്രീ ആയിട്ട് ഫ്രീ മൂവ്മെന്റ് ഉണ്ടോ, ഇത് ഫ്രീ മൂവ്മെന്റ് ആണ്, ഇതിനതില്ല. പ്രസ് ഈ രീതിയിൽ ഞാനിട്ട് വണ്ടി സെറ്റ് ചെയ്ത് കൊടുത്തത് എനിക്ക് ഇത് എട്ടിന്റെ പണിയില്ല. കാരണം മെക്കാനിക്കിന് നമുക്ക് കംപ്ലൈൻസ് ഉണ്ടാവും, ഇൻഡസ്ട്രിയിലേക്ക് യാതൊരു കംപ്ലൈന്റ് ഉണ്ടാവില്ല. അപ്പൊ ഇത് വേറെ വാൽവിന്റെ ഇതാണ് നോക്കുക. ഇത് ഇൻലെറ്റ് നോക്കുക, എക്സോസ്റ്റ് നോക്കുക കേട്ടോ. അത് കണ്ടില്ലേ, ഫുൾ ഫ്രീ ആണ്. കാരണം ഈ ഫ്രീ ഇല്ലാതെ നിങ്ങൾ വണ്ടി ഒരിക്കലും ഹെഡ് സെറ്റ് ചെയ്യരുത്. നിങ്ങൾ തിരിച്ചു വാങ്ങിക്കുന്ന സമയത്ത് തീർച്ചയായും ഈ ലോഡ് ഇല്ലാതെ വാങ്ങിച്ച് ടെസ്റ്റ് ചെയ്യട്ടോ. പിന്നെ ഇവർ ചെയ്യുന്ന ഒരു വർക്ക് എന്ന് പറഞ്ഞാൽ ഇവർ ഒറിജിനൽ ഗൈഡ് ഇട്ടല്ല ചെയ്യുന്നത്, അവരുടേതായിട്ടുള്ള ഗൈഡ് ഇട്ടാണ് ഇവർ വർഷോകൾ പിന്നെ ഇൻഡസ്ട്രിയിൽ വർക്ക് എടുക്കുന്നത്. അവരുടെ ഗൈഡ് ഇതിന് സൂട്ട് ആവുന്ന ഗൈഡ്, ഒറിജിനൽ ഗൈഡ് കറക്റ്റ് വാൽവ് ഇറങ്ങുന്ന രീതിയിലല്ല വരുന്നത്. ചെറിയ രീതിയിൽ ബോർ ചെയ്തിട്ട് മാത്രം നമുക്ക് ഒറിജിനൽ ഗൈഡും സൂട്ടാക്കാൻ പറ്റുള്ളൂ. അവർ ആ അവസരത്തിൽ ആ രീതിയിൽ ഒറിജിനൽ ഗൈഡ് കൊടുത്ത് ബോർ ചെയ്ത് തരുന്ന ആളുകൾ മാത്രം ബുള്ളറ്റിന്റെ, അതായത് റോയൽ എൻഫീൽഡിന്റെ ഗൈഡുകൾ അടിക്കുക. കാരണം റോയൽ എൻഫീൽഡ് 5 കിലോമീറ്റർ ഓടാൻ വേണ്ടി ഉപയോഗിക്കുന്ന വണ്ടിയല്ല, അല്ല 5-10 കിലോമീറ്റർ ഓടാൻ വേണ്ടി ലോക്കലോട്ടൊന്നും ഉപയോഗിക്കുന്ന വണ്ടിയല്ല. എപ്പോൾ ഇവരടുത്ത് ലോങ് പോകേണ്ടി വരും. വണ്ടി ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ വാൽവ് ഗൈഡ് അടിച്ച വണ്ടി വിശ്വാസത്തിൽ വർക്ക് കഴിഞ്ഞ വിശ്വാസം ഇവർ ലോങ് ഓടും. വണ്ടി ഓവർ ഹീറ്റ് ആവും, വണ്ടി അല്പം വാൽവ് സ്റ്റക്ക് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.